സീറോ മലബാർ സഭാ കാര്യാലയത്തിൽ പുതിയ നിയമനങ്ങൾ നടത്തി മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ. സീറോ മലബാർ സഭയുടെ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ ഓർഡിനറി ട്രൈബ്യൂണലിന്റെ പ്രസിഡന്റായും വിശുദ്ധരുടെ നാമകരണ നടപടികൾക്കായുള്ള പോസ്റ്റ്ലേറ്റർ ജനറലായും കല്യാൺ രൂപതാംഗമായ ഫാദർ ഫ്രാൻസിസ് എലുവത്തിങ്കൽ നിയമിതനായി. ഈ ചുമതലകൾ വഹിച്ചിരുന്ന ഫാദർ തോമസ് ആദോപ്പിള്ളിൽ കോട്ടയം അതിരൂപതയുടെ ജുഡീഷ്യൽ വികാരിയായും ചാൻസലറായും നിയമിതനായതിനെ തുടർന്നുണ്ടായ ഒഴിവിലേക്കാണ് ഫാദർ എലവത്തിങ്കലിനെ നിയമിച്ചിരിക്കുന്നത്. സീറോ മലബാർ മിഷൻ സുവിശേഷവൽക്കരണത്തിനും പ്രവാസികളുടെ അജപാലന ശുശ്രൂഷയ്ക്കുമായുള്ള കമ്മീഷൻ, ദളിത് വികാസ് സൊസൈറ്റി എന്നിവയുടെ സെക്രട്ടറിയായും അദ്ദേഹം പ്രവർത്തിക്കും. MST സമർപ്പിത സമൂഹാംഗമായ ഫാദർ സിജു അഴകത്താണ് കഴിഞ്ഞ 6 വർഷങ്ങളായി ഈ ശുശ്രൂഷകൾ നിർവഹിച്ചിരുന്നത്. 1995 വൈദികനായ ഫാദർ എലവത്തിങ്കൽ തൃശൂർ അതിരൂപതയിലെ ചൊവ്വൂർ ഇടവകാംഗമാണ്. കല്യാൺ, ശംഷാബാദ് രൂപതകളുടെ വികാരി ജനറൽ, ജുഡീഷ്യൽ വികാരി, ചാൻസലർ എന്നീ ചുമതലകൾ അദ്ദേഹം നിർവഹിച്ചിട്ടുണ്ട്. സഭാ കാര്യാലയത്തിൽ ശുശ്രൂഷ ചെയ്തിരുന്ന ചങ്ങനാശ്ശേരി അതിരൂപതാംഗമായ ഫാദർ ജോർജ് മടത്തിപ്പറമ്പിൽ തന്റെ സേവനം പൂർത്തിയാക്കിയതിനാൽ വിരമിച്ചു. ഫാദർ ജോർജ് മടത്തിപ്പറമ്പിലിന് യാത്രയയപ്പ് നൽകി. അപ്പലേറ്റ് സേഫ് എൻവിയോൺമെന്റ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ആയി വടവാതൂർ പൌരസ്ത്യ വിദ്യാപീഠത്തിലെ അധ്യാപകനായ ഫാദർ ജോർജ് തെക്കേക്കരയെയും കമ്മിറ്റി അംഗമായി ഫാദർ ജെയിംസ് തലച്ചെല്ലൂരിനെയും നിയമിച്ചു. മേജർ ആർക്കി എപ്പിസ്കോപ്പൽ കൂരിയയുടെ ഫിനാൻസ് ഓഫീസറായി ശുശ്രൂഷ ചെയ്തുവരുന്ന പാലാ രൂപതാംഗമായ ഫാദർ ജോസഫ് തോലാനിക്കലിനെ 5 വർഷത്തേക്കു കൂടി പുനർനിയമിച്ചു.